നമ്മൾ ഓരോ ദിവസം അങ്ങനെ ഓരോ മണ്ഡലത്തിലെ സാഹചര്യങ്ങളും സാധ്യതകളും ഒക്കെയാണല്ലോ പരിശോധിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മൾ കോഴിക്കോട് ജില്ലയിലെ എലത്തൂർ സീറ്റ് സംബന്ധിച്ച് മന്ത്രി ശശീന്ദ്രൻ സീറ്റ് മന്ത്രി ശശീന്ദ്രൻ അവിടെ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ള തർക്കം LDF നടക്കുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് UDF വാർത്തയാണ്. ഓക്കെ, എന്തായാലും എലത്തൂർ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കും എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. നിലവിൽ മാണി സി കാപ്പന്റെ പാർട്ടിയായ കേരള ഡെമോക്രാറ്റിക് പാർട്ടി മത്സരിച്ച സീറ്റാണ് ഇത്. ബേപ്പൂർ സീറ്റ് PV അൻവറിന് നൽകുമ്പോൾ എലത്തൂർ തിരിച്ചെടുക്കേണ്ടി വരുമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. നിജേഷ് അരവിന്ദ്, വിദ്യാ ബാലകൃഷ്ണൻ, ദിനേശ് മണി, സനോജ് കുരുവട്ടൂർ എന്നിവരുടെ പേരുകളാണ് പരിഗണനയിലുള്ളത്. വിവരങ്ങളുമായി മുഹമ്മദ് അസ്ലമാണ് ചേരുന്നത്. അസ്ലം, ഗുഡ് മോർണിംഗ്. ഇനിയിപ്പോൾ എലത്തൂർ സീറ്റിന്റെ കാര്യം പരിശോധിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് UDF നടക്കുന്ന ചർച്ചകൾ? എലത്തൂർ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന് തന്നെയാണോ നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ? ദിവ്യ, 38,503 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വനം മന്ത്രി AK ശശീന്ദ്രൻ വിജയിച്ച CPM-ന്റെ അല്ലെങ്കിൽ LDF-ന്റെ, CPM അല്ല മത്സരിക്കുന്നതിന് പോലും CPM നല്ല ആധിപത്യമുള്ള LDF-ന്റെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന ഒരു മണ്ഡലമാണ് എലത്തൂർ സീറ്റ്. സാധാരണ രീതിയിൽ കഴിഞ്ഞ 3 ടേമായിട്ട് ഘടകകക്ഷികൾക്കാണ് നൽകുന്നത്. നേരത്തെ JDU MV ശ്രേയാംസ്കുമാറിന്റെ പാർട്ടി ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പാർട്ടിക്കായിരുന്നു 2011-ലും 2016-ലും നൽകിയിരുന്നത്. 2021-ൽ മാണി സി കാപ്പൻ പുതിയ പാർട്ടി രൂപീകരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിക്കാണ് കൊടുത്തിരുന്നത്. ഇങ്ങനെ ഘടകകക്ഷി വിജയിക്കുന്ന ഒരു മണ്ഡലം എന്ന രീതിയിലാണ് അതിനെ കണക്കുകൂട്ടിയിരുന്നത്. മാത്രമല്ല LDF നല്ല മേധാവിത്വമുള്ളൊരു മണ്ഡലമായിരുന്നു. കഴിഞ്ഞ 38,000 2016-ൽ അത് 29,000, ആ അർത്ഥത്തിൽ 30,000 വോട്ടിന്റെ ഗ്യാപ്പുള്ള സ്ഥലമായിരുന്നു. അതേസമയം 2 കാരണങ്ങൾ കൊണ്ട് അത് ഏറ്റെടുക്കാൻ തീരുമാനിക്കും. ഒന്ന്, കോഴിക്കോട് തന്നെയുള്ള ഒരു സീറ്റ്, കോൺഗ്രസ് മത്സരിക്കുന്ന ബേപ്പൂർ സീറ്റാണ് PV അൻവർ നൽകാൻ ഏകദേശം ധാരണയായിരിക്കുന്നത്. PV അൻവർ പ്രചരണം ഏറെക്കുറെ തുടങ്ങുകയും ചെയ്തിരുന്നു. അതേസമയം തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-ന് വലിയ നേട്ടം ഉണ്ടാക്കാൻ ഈ എലത്തൂർ സീറ്റിൽ കഴിഞ്ഞു. നിലവിൽ 6 പഞ്ചായത്തുകളും കോർപ്പറേഷന്റെ 6 വാർഡുകളും അടങ്ങുന്നതാണ് ഈ മണ്ഡലം എന്ന് പറയുന്നത്. അതിൽ 4 പഞ്ചായത്തുകളിലേക്ക് തിരിച്ചു വരാൻ UDF ഭരണം പിടിക്കാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് 65 വർഷമായി LDF ഭരണത്തിലായിരുന്നു. കുരുവട്ടൂര്, നന്മണ്ട, തലക്കുളത്തൂർ, കാക്കൂർ തുടങ്ങി 4 പഞ്ചായത്തുകൾ UDF-ന്റെ കയ്യിലായി. അതിൽ ചേളന്നൂരും കക്കോടി മാത്രമാണ് LDF ഉള്ളത്. കോർപ്പറേഷൻ വാർഡുകളിൽ 5 6-ൽ 5 LDF. ആ അർത്ഥത്തിൽ ഏറെക്കുറെ ബലാബലം എന്ന അവസ്ഥയിലേക്ക് വന്നു. മാത്രമല്ല ചെറിയ വോട്ടിന്റെ ഭൂരിപക്ഷം ഇവിടെ UDF തദ്ദേശ കണക്കുകൾ നോക്കുമ്പോൾ UDF-നുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഒരു മികച്ച സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് മത്സരിക്കുകയാണെങ്കിൽ ഇത് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസം കോൺഗ്രസിനുണ്ട്. 2, സ്ഥാനാർത്ഥി LDF-ന്റെ സ്ഥാനാർത്ഥി ശശീന്ദ്രനാണോ അല്ലേ എന്നുള്ള ആശയക്കുഴപ്പം നിൽക്കുന്നു. ശശീന്ദ്രനാണെങ്കിൽ പോലും NCP-യിൽ ഇക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. മാത്രമല്ല തുടർച്ചയായി തന്നെ ഘടകകക്ഷി മത്സരിക്കുന്നതുകൊണ്ട് തന്നെ CPM ക്യാമ്പിൽ വലിയ ആവേശം ഉണ്ടാവണമെന്നില്ല എന്നൊരു വിലയിരുത്തൽ കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു അനുകൂല സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് സീറ്റ് ഏറ്റെടുത്ത് മത്സരിക്കണം, മികച്ച സ്ഥാനാർത്ഥി നിർത്തണമെന്ന അഭിപ്രായം വന്നു. പ്രത്യേകിച്ച് ഈ ബേപ്പൂർ സീറ്റ് കൂടി കോൺഗ്രസ് നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ എന്തായാലും അത് ഏറ്റെടുക്കാനുള്ള ധാരണയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ പരിഗണിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പേരുകൾ കൂടി കോൺഗ്രസ് നേതൃത്വം ചർച്ചയിൽ വരുന്നു. നിജേഷ് അരവിന്ദ് DCC ജനറൽ സെക്രട്ടറിയും മാധ്യമ ചർച്ചകളിൽ സ്ഥിരം പാനലിസ്റ്റുമാണ്. അതോടൊപ്പം തന്നെ KPCC ജനറൽ സെക്രട്ടറി വിദ്യാ ബാലകൃഷ്ണന്റെ പേര് അവിടെ അതോടൊപ്പം നിജേഷിനൊപ്പം തന്നെ പരിഗണിക്കുന്നുണ്ട്. ദിനേശ് മണി എന്ന് പറയുന്ന നേരത്തെ അവിടെ UDF-ന്റെ വിമതനായത്തിൽ പിന്നെ വീണ്ടും കോൺഗ്രസ് പാർട്ടി സജീവമാവുകയും ചെയ്ത നേതാവ് ദിനേശ് മണിയുടെ പേര് അവിടെയുണ്ട്. KSU 6 പേരുടെ പേര് KPC നേതൃത്വത്തിൽ നൽകിയതിൽ സനോജ് കുരുവട്ടൂർ എന്ന് പറയുന്ന KSU ജനറൽ സെക്രട്ടറിയുടെ പേരുണ്ട്. അദ്ദേഹവും ഈ മണ്ഡലംകാരനാണ്. ആ അർത്ഥത്തിൽ 4 പേരുടെ പേരുകളും പാർട്ടിക്ക് മുന്നിലുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, എലത്തൂരിൽ കോൺഗ്രസ് തന്നെ മത്സരിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പായിട്ടുണ്ട്. സ്ഥാനാർത്ഥി നിർണ്ണയം സംബന്ധിച്ചുള്ള ചർച്ചകൾ സ്വാഭാവികമായിട്ടും അന്തിമഘട്ടത്തിൽ. അങ്ങനെയാണെങ്കിൽ ഈ മാണി സി കാപ്പന്റെ പാർട്ടിക്ക് പകരം ഏത് സീറ്റാണ് കൊടുക്കാൻ ധാരണയുള്ളത്? അതിനെക്കുറിച്ച് കോഴിക്കോട് എന്തായാലും മറ്റൊരു സീറ്റ് നൽകാൻ സാധ്യതയില്ല. പൊതുവെ കഴിഞ്ഞ തവണ മുന്നണിയിലേക്ക് വരികയും അതോടൊപ്പം തന്നെ ആ സമയത്തൊരു ചർച്ചകളിലാണ് ഒരു അധിക സീറ്റ് എന്നുള്ള ഇതിലേക്ക് എത്തിയത്. ഒരുപക്ഷെ അധിക സീറ്റ് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. കാരണം PV അൻവർ മാത്രമല്ല മറ്റു പല ആൾക്കാരും നമുക്കറിയാം, പല നേതാക്കളും മറ്റുമൊക്കെ വരുന്നുണ്ട്. അതായത് UDF-ൽ കഴിഞ്ഞ തവണത്തെ സീറ്റുകളിൽ ചെറിയ വ്യത്യാസം ഉണ്ടാകും. പലർക്കും പല സീറ്റുകളും കുറയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ മറ്റ് ഭരണത്തിലെത്തിയാൽ മറ്റു ചില കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ ഈ സീറ്റ് കുറയ്ക്കാൻ NCP കുറയ്ക്കാനുള്ള സാധ്യത കേരള ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറയുന്ന മാണി സി കാപ്പന്റെ പാർട്ടിക്ക് ഒരുപക്ഷെ സീറ്റ് കുറയാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും കോഴിക്കോട് ഇക്കാര്യത്തിൽ എന്തായാലും എലത്തൂർ സീറ്റ് ഏറ്റെടുക്കാനുള്ള ഏകദേശം ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട്. തിരുവമ്പാടി സീറ്റ് ഒരുപക്ഷെ ലീഗിൽ നിന്ന് കോൺഗ്രസ് ഏറ്റെടുക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസ് 2 സീറ്റിലധികം മത്സരിക്കുകയാണ്. അതിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയെന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചോളം ആ സീറ്റ് വിട്ടുകൊടുക്കുന്നതിൽ പലതരത്തിലുള്ള പരിമിതികളുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഒരു
സാമുദായിക സമവാക്യം മാത്രം പറഞ്ഞുകൊണ്ട് ആ സീറ്റ് ഏറ്റെടുക്കുന്നത് എത്രത്തോളം മറ്റ് സ്ഥലങ്ങളിൽ ഗുണകരമാകുന്ന ഒരു ചർച്ചകളുണ്ട്. അതുകൊണ്ട് തന്നെ അതിലേക്ക് ഒരു ധാരണയിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ അത് അവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു സീറ്റ്, അതായത് കോൺഗ്രസ് സ്ഥിരമായി മത്സരിക്കുന്ന സീറ്റാണ് ബേപ്പൂർ. ആ സീറ്റ് എന്തായാലും മറ്റൊരു ഘടകകക്ഷിക്ക് കൊടുക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ എലത്തൂർ ഏറ്റെടുക്കുമ്പോൾ അതും ഇതും തമ്മിലുള്ളൊരു ഏറ്റെടുക്കൽ വെച്ചുമാറൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ എലത്തൂർ സീറ്റിൽ ഏറ്റെടുത്ത് മത്സരിക്കാം, മികച്ച സ്ഥാനാർത്ഥി നിർത്തുകയാണെങ്കിൽ വിജയം അസാധ്യമല്ല എന്നൊരു കണക്കൂട്ടലിലേക്ക് കോൺഗ്രസ് എത്തിയിട്ടുണ്ട്.